ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോ ഇന്ന് ഞങ്ങളൊരു സീ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു പഴയൊരു വീഡിയോ കണ്ടിരിക്കുമല്ലോ, അലോസറയിൽ ഞങ്ങൾ പോയിട്ട് സീ ഫുഡ് കഴിക്കുന്നതിന്റെ. ഞങ്ങളെല്ലാവരും ഒരു സീ ഫുഡ് പ്രേമികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അലിഷ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിലേക്കാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അവിടുത്തെ സീ ഫുഡ് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അന്ന് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റാർട്ട് അവിടെ നിന്നാവാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ അലിഷാൻ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു. നമ്മൾ എവിടേക്ക് പോണെന്ന് പറയാ ബാബാ? ഫിഷ് ഇഷ്ടാണോ? എത്ര ഇഷ്ടാ ബാബയ്ക്ക്? 100,000 ഇഷ്ടാ? അപ്പൊ ഇന്ന് വാങ്ങിക്കുന്ന മുഴുവൻ ബാബ കഴിക്കില്ലേ? എന്താ കുറച്ച്? പ്രോൺസ് ഇഷ്ടാണോ ബാബയ്ക്ക്? പ്രോൺസ് പറഞ്ഞാൽ ചെമ്മീൻ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്ന സാധനം. കഴിച്ചിട്ട് ബാബ ഇഷ്ടമായോ എന്ന് പറയണം. ഓക്കെ, നല്ല ടേസ്റ്റ് അത്, എനിക്ക് ഭയങ്കര ഇഷ്ടത്. പ്രോൺസും ഉണ്ടാവേ. എത്ര ഇഷ്ടാ? 100,000. ഓക്കെ. ഗൂഗിൾ മാപ്പ് ചെറിയൊരു പണി തന്നെങ്കിലും നമ്മൾ അവസാനം അവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ആലിഷാൻ എന്ന് പറയുന്നത് റോയൽ ഇസ്താംബുൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അവർക്ക് തന്നെ ഒരുപാട് സിസ്റ്റർ കൺസേൺസ് ഉണ്ടെന്ന് തോന്നുന്നു, സ്വീറ്റ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട്. വളരെ നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് അവർക്കുള്ളത്. നല്ലൊരു ആംബിയൻസ് തന്നെയാണുള്ളത്. ഇവിടെ ഇപ്പൊ ഈ കാണുന്നത് ഇവരുടെ ബുഫേ ഏരിയ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഐറ്റംസ് വെക്കുന്നതിനുള്ള ബുഫേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ ടേബിൾ ടൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ക്യാബിൻ പോലെ കുറച്ച് പ്രൈവസി ഉള്ള രീതിയിലുള്ള ഏരിയയും ഉണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ക്യാബിൻ ടൈപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ടാബ്ലറ്റിലാണ് ഇവരുടെ മെനു നമുക്ക് കൊണ്ടുവന്ന് തന്നത്. നമ്മൾ ഇതിലാണ് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഡിഷുകളും പിന്നെ നമ്മുടെ കേരള ടൈപ്പ് ഡിഷുകളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓർഡർ ചെയ്തത് ഈ കാണുന്ന സൗത്ത് ഇന്ത്യൻ നോൺ വെജ് പ്ലാറ്ററാണ്. സമുദ്ര സീ ഫുഡ് പ്ലാറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഗൂഗിളിൽ റോയൽ ഇസ്താംബുളിനെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണെന്നാണ്. പിന്നെ ഒരു പക്ഷേ ഇന്ത്യൻസ് ഒരുപാട് കൂടുതലുണ്ടുകൊണ്ടായിരിക്കാം ഇവിടെ കൂടുതലും ഇന്ത്യൻ ഡിഷ് പോലെയാണ് എനിക്ക് തോന്നിയത് മെനു കണ്ടപ്പോൾ. ഇവരുടെ സോൾട്ട് ആൻഡ് പെപ്പർ വെച്ചിട്ടുള്ള ബോക്സ് എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത സംഭവമല്ല, അവരുടെ കോംപ്ലിമെൻ്ററി ആണ്. ഇത് മസാല പപ്പഡ് പ്ലസ് മീറ്റ് ചട്നി ആയിരുന്നു. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള പപ്പടം ആയതുകൊണ്ട് തന്നെ ബാവ കുറച്ച് വെള്ളം കുടിക്കുകയുണ്ടായി. ഇങ്ങനെ കഴിക്കാൻ പറയും ബാബയ്ക്ക്. ആദ്യം ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഇതിൽ മുക്കുക. നല്ല ക്രഞ്ചി ആണല്ലോ. എത്ര നേരമായി എന്താ വരാത്ത? എന്ത് ചെയ്യാ? ചോദിച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം കപ്പലിൽ നമ്മുടെ സീ ഫുഡ് പ്ലാറ്റർ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 4 പൊറോട്ടയും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ടൈറ്റാനിക്കിന്റെ മുൻവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
അപ്പം നമ്മുടെ എണ്ണലിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇതിൽ 10 വെറൈറ്റി ഓഫ് ഐറ്റംസ് ആണുള്ളത്. അതിൽ സ്ക്വിഡ് 2 ടൈപ്പ് ഉണ്ട്, പ്രോൺസും 2 ടൈപ്പ് ഉണ്ട്, കിങ് ഫിഷും 2 ടൈപ്പ് ഉണ്ട്. ബാക്കിയെല്ലാം ഒരൊറ്റ ടൈപ്പ് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം പൊറോട്ടയും. ഇത് സ്ക്വിഡാന്ന് തോന്നുന്നുണ്ട്. ഇത് പ്രോൺസ് അല്ലേ? ഇതെന്താ സംഭവം? ഏതോ ഒരു പറവ. ഇതോ? ഏതാ ഫിഷ് എന്നറിയില്ല. ഇത് കിങ് ഫിഷാ. അത് കിങ് ഫിഷ് ആണ്. യെസ്, ഇത് ഫിഷ് ബാർബിക്യൂ. ഇത് സ്ക്വിഡ്. അത് സ്ക്വിഡ്. ഇത് പ്രോൺസ്. ഇതാണ് മാച്ചോട്ടി പറഞ്ഞ പ്രോൺസ്. പ്രോമിസാ പ്രോൺസ് അല്ല, പ്രോൺസ്. ഇതെന്താ വേറൊരു സാധനം വളയിലിരിക്കുന്നു? ഞാൻ പൊളിച്ചപ്പോ നോക്കാം. അങ്ങനെ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഫിഷ് കിട്ടിയാൽ ആദ്യം തന്നെ വാവു എൻ്റെ കണ്ണ് എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുക. അപ്പുറത്തെ കണ്ണ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ സമ്മതിച്ചില്ല. ചിക്കനോ ഫിഷ്. എങ്ങനെയുണ്ട് ഫിഷ് ബേബിക്ക്? എങ്ങനെയുണ്ട്? സൂപ്പറല്ല. സോസിലാണ്. നല്ല സോസ്. എന്ത് സോസാന്ന് എനിക്കറിയില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. നാളികേര കൊത്തൊട്ടിട്ട് വെച്ച കാരണേ ഒരു നാളികേരത്തിന്റെയും ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ്. എന്നിട്ട് കയ്യിലിട്ടോ? പൊട്ടിയ വള. വള പൊട്ടിയ എന്ത് ചെയ്യാ? വള അതാ ചോദിക്കുള്ള വള. ഇതാണോ? റബ്ബർ ബാൻഡ്. അച്ചൂട്ടി റബ്ബർ ബാൻഡ് നോക്കിയാ നോക്ക്. ഇത് കഴിക്കണ്ടോ? കഴിക്കണ്ട റബ്ബർ ബാൻഡ്. ഇനി നമുക്ക് കുറച്ച് സ്ക്വിഡിന്റെ ഗ്രേവി എടുത്തിട്ട് പൊറോട്ടയുടെ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് പൊറോട്ടയിൽ ഒരു ഫ്രൈഡ് ഫിഷും കുറച്ച് സ്ക്വിഡിന്റെ ഗ്രേവിയും ഒരു നാളികേര കൊത്തും വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പറാന്ന് പറയാനാ? സൂപ്പറാ. ഞങ്ങളിവിടെ വന്ന് ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം എന്ന് പറയാൻ പറഞ്ഞു. ഇത് ഫിഷ് ടിക്ക അതല്ലെങ്കിൽ BBQ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പൊറോട്ടയും ഈ ഫിഷ് BBQ തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിരക്കേടില്ലാത്ത അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു അത്. അടുത്ത ഊഴം നമ്മുടെ ഈ വലിയൊരു ഫിഷ് ഫ്രൈ ആണ്. നല്ലൊരു ഫ്ലഷി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ടൈപ്പ് ഫിഷ് ആയിരുന്നു അത്. അപ്പം ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫിഷ് ഫ്രൈയുടെയും
പൊറോട്ടയുടെയും കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഫിഷ് എടുത്തിട്ട് പൊറോട്ടയിലേക്ക് വെച്ച് നമ്മൾ നേരെ വായിലോട്ട് എടുത്തു. ഇതും അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫിഷിൻ്റെ സൈഡിൽ ഒളിച്ചിരിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ഒരു ഗ്രേവി ടൈപ്പ് മസാലയായിരുന്നു അത്. പിന്നീടാണ് മനസ്സിലായത് അത് പ്രോൺസ് മസാലയാണെന്നുള്ളത്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് ഒളിച്ചിരിക്കുന്ന പ്രോൺസിനെ കണ്ടുപിടിച്ചു. ബാബുക്കുട്ടി ഞാൻ കളി കളയട്ടാ. ഫിഷ് പ്ലാറ്ററിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം ഇതാണ്. പുറത്ത് ക്രഞ്ചിയും ഉള്ളിൽ നല്ല ഫ്ലഷിയും ആയിട്ടുള്ള ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റമാണ്. അത് സോസിൽ മുക്കി കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് പതിവ് പോലെ പൊറോട്ടയുമായിട്ടുള്ള അതിൻ്റെ കോമ്പിനേഷൻ നോക്കാന്നുള്ളതാണ്. ഇപ്പോൾ പൊറോട്ടയും കുറച്ച് ഫിഷും ഒരു ചെറിയ പപ്പടത്തിൻ്റെ കഷ്ണവും വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ സംഭവം വെറുതെ കഴിക്കാൻ ടേസ്റ്റ്. അടുത്തതായിട്ട് ഒരുപാട് നേരമായിട്ട് പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ പൊതി തുറക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അതിനുള്ളിൽ കിങ് ഫിഷ് ആയിരുന്നു. വേറെ മസാല മാത്രം. നല്ല സോഫ്റ്റാ. നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈം ജ്യൂസ് കുടിക്കുക എന്നുള്ളത് നല്ലൊരു സുഖമുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ലൈം ജ്യൂസും വാവയ്ക്ക് വേണ്ടി ഒരു മാംഗോ ജ്യൂസും ഓർഡർ ചെയ്തു. We can eat this? Yes, you can eat. ഈ സമുദ്ര പ്ലേറ്റർ ആക്ച്വലി ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾ ഒരുപാട് കഠിനമായിട്ട് ശ്രമിച്ചു, പക്ഷേ ഇത്രയും ബാക്കി വന്നു. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ പാഴ്സലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരത് കൊണ്ടുവരും. നേരത്തെ വാവയുടെ മാങ്ങ മുഴുവൻ തന്നുകൊണ്ട് വാവ പകരം വീട്ടിയത് ഇങ്ങനെയാണ്. താങ്ക് യു. You're welcome. കയ്യിൽ കൊള്ളാവുന്നതിൻ്റെ മാക്സിമം ജീരക മിഠായും കയ്യിലെടുത്തോണ്ട് ബാബ അവിടുന്ന് ഇറങ്ങുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു സത്യമാണല്ലേ. നമ്മളോട് അധികം ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ആളുടെ കൂടെയാണെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ അവർക്ക് നല്ലൊരു ഫ്രണ്ട്സായിട്ട് മാറാൻ സാധ്യതയുണ്ട്. താഴെയായിട്ട് അവരുടെ സ്വീറ്റ് ഷോപ്പ് കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി ഫുള്ളി ലോഡഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല. പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അവരുടെ സ്വീറ്റ്സ്. പുറത്തിറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും പോവാം എന്നൊക്കെയായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പുറത്ത് പോകാൻ നമുക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് എത്താം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ബൈ.